രാമ 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 പാഹി മാം. ഈ ഇർഷ്യശൃംഗന് ഒരു പ്രത്യേകതയുണ്ട്. ഇർഷ്യശൃംഗൻ കാട്ടിനകത്ത് പറഞ്ഞാൽ വെറും കാട്ടിനകത്തല്ല, കൊടും കാട്ടിനകത്ത് ജീവിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് വിഭാണ്ഡകനാണ്. വിഭാണ്ഡകൻ ഇർഷ്യശൃംഗനെ കാക്കുന്നത് യാതൊരു തെറ്റും വരാതെ, സ്ത്രീകളെ കാണാതെ, മറ്റേതെങ്കിലും തരത്തിൽ വൈകാരിക അംശം കൊണ്ട് തൻ്റെ സന്യാസ ജീവിതത്തിന്, ഇർഷി ജീവിതത്തിന്, അല്ലെങ്കിൽ ലോകത്ത് വളരാനുള്ള അറിവിൻ്റെ ജീവിതത്തിന് വിഘ്നം വരാതിരിക്കാൻ വേണ്ടി കാട്ടിൽ മറ്റാരെയും കാണാതെ എല്ലാത്തിൽ നിന്നും അകറ്റി ഒരു തരത്തിൽ ഈ ഏറ്റവും സൂക്ഷ്മമായി സൂക്ഷിച്ച് വളർത്തുന്ന ഒരാളാണ് ഇർഷ്യശൃംഗൻ. ഇർഷ്യശൃംഗനെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നത് ഈ അംഗരാജ്യത്ത് വലിയ തരത്തിൽ വരൾച്ച ഉണ്ടാകുമ്പോഴാണ്, ഒട്ടും മഴയില്ലാതിരിക്കുമ്പോഴാണ്. അപ്പോൾ എല്ലാവരും കൂടി ഒത്തുനോക്കി ഇരുന്ന് ചർച്ച ചെയ്ത് അവസാനം സന്യാസിമാരെല്ലാം ലോമപാദനോട് പറയുന്നത് ഈ നാട്ടിൽ മഴ പെയ്യാത്തത് ഈ നാട്ടിനെന്തോ പാപമുള്ളത് കൊണ്ടാണ്. ഇർഷ്യശൃംഗനെപ്പോലെ ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യൻ കാട്ടിൽ നിന്ന് നാട്ടിലെത്തിയാൽ നാട്ടിൽ മഴ പെയ്യുമെന്നാണ്. ഇതിലും വലിയൊരു ദർശനമുണ്ട്. ആ ദർശനം എന്താണെന്ന് വെച്ചാൽ മഴ വരുന്നത് കാട്ടിൽ നിന്നാണ്. കടലയക്കുന്ന മേഘങ്ങളെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കാനുള്ള കെൽപ്പ് നാട്ടിലില്ല, അത് കാട്ടിലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ കാടിൻ്റെ പ്രാധാന്യം എത്ര ഹൃദ്യമായിട്ടാണ് രാമായണം പറയുന്നതെന്ന് നമ്മൾ ഓർക്കണം. ഏറ്റവും മനോഹരമായിട്ടാണ് ഇർഷ്യശൃംഗൻ എന്ന് പറയുന്നത് സത്യത്തിൽ കാട്ടിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന ശുദ്ധിയാണ്. ആ ശുദ്ധിക്ക് മഴ കൊണ്ടുവരാൻ പറ്റൂ. മഴ കൊണ്ടുവരണമെങ്കിൽ കാടുണ്ടാവണം. നിർഭാഗ്യവശാൽ ആധുനിക കാലത്ത് കാടുണ്ടാവണമെന്നുള്ള മോഹം ഇപ്പം നാട്ടിലുള്ള വലിയവർക്ക് പോലും വളരെ കുറവാണ്. അപ്പോൾ കാടുണ്ടാവണമെന്നുള്ള മോഹം അന്നുണ്ടായിരുന്നു. കാരണം കാട്ടിൽ മാത്രമേ ഏറ്റവും വിശുദ്ധിയോടെ ഒന്നിനെ കാത്തു സൂക്ഷിക്കാൻ പറ്റൂ. ആ വിശുദ്ധിയോടെ വിഭാണ്ഡകൻ കാട്ടിൽ കാത്തു സൂക്ഷിച്ച ശുദ്ധി ഋഷ്യശൃംഗനായി നാട്ടിലെത്തുമ്പോഴാണ് നാട്ടിൽ മഴ പെയ്യുന്നത്. ഇത് ഒരു മിത്താണെങ്കിലും ചരിത്രമാണെങ്കിലും സത്യമാണെങ്കിലും ഇപ്പോഴും ശരിയാണ്. നാട്ടിൽ മഴ പെയ്യണമെങ്കിൽ കാട് ശുദ്ധിയോടെ ഉണ്ടാവണം. അവിടെ ഋഷ്യശൃംഗന്മാർക്ക് പരമശുദ്ധിയോടെ ജീവിക്കാൻ പറ്റൂ. ആ ഋഷ്യശൃംഗൻ നാട്ടിലെത്തുമ്പോഴാണ്, ആ കാടിൻ്റെ വിശുദ്ധി ഈ അംഗരാജ്യത്തെത്തുമ്പോഴാണ് അവിടെ മഴ പെയ്യുന്നത്. ആ സന്തോഷം കൊണ്ടാണ് ഋഷ്യശൃംഗന് ലോമപാദൻ സ്വന്തം മകളായ ശാന്തയെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതും അങ്ങനെ ആ കൊട്ടാരത്തിലെ മരുമകനായി ഋഷ്യശൃംഗൻ ജീവിക്കുന്നതും. അയാളെയാണ് ഈ ലോമപാദൻ്റെ സമ്മർദ്ദം കൊണ്ടും ശാന്തയുടെ നിർദ്ദേശം കൊണ്ടും ഈ ദശരഥ മഹാരാജാവിൻ്റെ ആവശ്യാനുസരണം അയോധ്യയിലേക്ക് പുത്രികാമേഷ്ടി യാഗം നടത്തി ഇവിടെ കുട്ടികളുണ്ടാവാനുള്ള ഒരു കർമ്മം നടത്താൻ വേണ്ടി വരുന്നത്. അപ്പം ഇതിലെല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു പ്രകൃതി ബന്ധമുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ബന്ധം വാൽമീകി കൃത്യമായി പറഞ്ഞു എന്ന് ചോദിച്ചാൽ, അവിടെയൊക്കെയാണ് ഈ പ്രകൃതി മനുഷ്യനപ്പുറമുള്ള എന്നും നിലനിൽക്കുന്ന സുസ്ഥിര കഥാപാത്രങ്ങളായി നമ്മുടെ മുമ്പിൽ രാമായണത്തിൽ പ്രത്യക്ഷമാകുന്നത്. രാമ 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 പാഹി